അപ്പോൾ ഞാൻ പോക്കറ്റ് എഫ് എമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോക്കറ്റ് എഫ് എം നമ്മൾ സീരിയൽ ടൈപ്പ് കോണ്ടന്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ യു എസിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ എന്ന് പറഞ്ഞാൽ സീരിയൽ റീലുകളാണ്. സീരിയൽ റീലുകളും സീരിയലൈസ്ഡ് കോണ്ടന്റുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് നിൽക്കുന്ന ഇന്ത്യൻ ചൈനീസ് ആപ്പുകളാണ്. ഓക്കെ, ഇപ്പോൾ പോക്കറ്റ് എഫ് എം, കുക്കു എഫ് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ചൈനയെന്ന് കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു ആർട്ടിക്കിളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോളിവുഡ് വളരെയധികം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പിടിച്ച് അവർ ഈ മാസിന് എന്താണ് വേണ്ടതെന്നുള്ളതുമായിട്ട് വളരെ ഡിസ്കണക്റ്റഡ് ആയി പോയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പോക്കറ്റ് എഫ് എമ്മിൻ്റെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഫീമെയിൽ ലീഡ് എപ്പോഴും ഗോർജിയസ് ആയിരിക്കും, മെയിൽ ലീഡ് എപ്പോഴും റിച്ച് ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ വളരെ പോപ്പുലർ കോമൺ ട്രോപ്സ് ആണ് കളിക്കുന്നത്. പക്ഷേ ഈ ഹോളിവുഡ് കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ ആയപ്പോൾ ഈ ഹോളിവുഡ് ഉണ്ടാക്കുന്ന കോണ്ടന്റിൽ ഇതേപോലെ ഒന്നുമല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവ്, ലിബറൽ, ഇൻക്ലൂസീവ് ആണ്. പക്ഷെ ഒരു കോമൺ മാസിന് ഇതല്ല വേണ്ട. ഇപ്പം നമ്മൾ പോക്കറ്റ് എഫ് നോക്കുകയാണെങ്കിലും കേൾക്കുന്ന വളരെ ലേമാൻ ആണ്. ഇതാണ് ഒരു മാസിന് ആക്ച്വലി വേണ്ടത്. കുറേ നേരം പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു 2-3 മണിക്കൂർ ഓൾമോസ്റ്റ് ഒരു മൈൻഡ്ലെസ് കൺസംഷനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സിനിമയിലും നമ്മൾ ഈ കുറച്ച് കമേഴ്ഷ്യൽ, എനിക്ക് തോന്നുന്നത് അതാണ്, കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ മൈൻഡ്ലെസ് ആയിട്ട് ഇരുന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്.